ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ഉപസഭാ ഹാളിൽ വിദ്യാഗോപാല മന്ത്രപൂജ നടത്തി. കുട്ടികൾക്ക് പഠനത്തിൽ ഏകാഗ്രത ലഭിക്കുവാനും പരീക്ഷയെ നേരിടുവാനുമായുള്ള പൂജയാണ് നടത്തിയത്. കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ ഉപസഭകളിലും വിദ്യാഗോപാല മന്ത്രപൂജ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വനിതാ വിഭാഗം പെരുമ്പാവൂർ ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഉപസഭയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ബ്രാഹ്മണ സഭ പെരുമ്പാവൂർ ഉപസഭാ ഹാളിൽ വെച്ച് വിദ്യാഗോപാല മന്ത്രം നടത്തിയത്. എസ് യജ്ഞേശ്വരന്റെയും എസ് ലക്ഷ്മണന്റെയും കാർമ്മികത്വത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അർച്ചന ചെയ്യിപ്പിച്ചു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലിക്കൊണ്ട് ദേവിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലുന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂജ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. സരസ്വതി പൂജയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മളുടെ കുട്ടികളുടെ വിദ്യയിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തീർക്കാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനും അവരുടെ മനസ്സിനൊരു ഏകാഗ്രത കിട്ടുവാനും വേണ്ടിയിട്ടാണ് ഈ മന്ത്രം നമ്മൾ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നത്. ഇത് നമ്മളുടെ ഡിസ്ട്രിക്റ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും നമ്മളുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം കേരളം ഒട്ടാകെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നടത്തുന്നുണ്ട്. അതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളും പെരുമ്പാവൂരിൽ ഈ പൂജ നടത്തുന്നത്. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ദിവസവും രാവിലെയും വൈകുന്നേരവും 8 പ്രാവശ്യം വീതം ഈ മന്ത്രം ദിവസവും ഉച്ചരിച്ചാൽ അവരുടെ ബുദ്ധിക്കും അവരുടെ ജീവിതത്തിനും ഉന്നതി ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്നിവിടെ ഇത്രയും കുട്ടികളെ നമ്മൾ വെച്ച് 108 ഉരുവാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉള്ളടക്കം സാരാംശം എന്ന് പറയുകയാണെങ്കിൽ, ഹേ ഭഗവാൻ കൃഷ്ണ, അദ്ദേഹം സർവജ്ഞനായ താങ്കൾ ഞങ്ങളെ അനുഗ്രഹിക്കണേ, പ്രസീദിക്കണേ. അദ്ദേഹത്തിൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ പതിയായ ശ്രീകൃഷ്ണ ഭഗവാൻ എത്രയും വേഗം നമ്മളിൽ വന്ന് ഈ ബുദ്ധി നിറച്ചു തരണമേ. അതായത് പെട്ടെന്നുള്ള ഒരു ബുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും അവരവരുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ ദിവസവും ഇത് പറഞ്ഞു പഠിപ്പിച്ച് ചെയ്തിട്ട് വേണം വിദ്യ ആരംഭിക്കാൻ എന്ന് പറഞ്ഞു കൊടുത്താൽ ഇനി വരുന്ന തലമുറ നല്ല ബുദ്ധിയുള്ള തലമുറയായും നല്ല സംസ്കാരത്തോടെയും നല്ല അനുഷ്ഠാനങ്ങളോടെയും വളരുവാനും അവരെ സഹായിക്കുന്നതാണ്. എല്ലാവരോടും അതിനുവേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അണുകുടുംബങ്ങളാണ്, 1-2 കുട്ടികളുള്ളൂ. അവരുടെ വിദ്യാഭ്യാസ പുരോഗതി, ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പുരോഗതി, ഡിജിറ്റൽ യുഗം, ഇതെല്ലാം ഇടയിൽ അവരുടെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുവാനും അവരെ നല്ല കുട്ടികളായി വാർത്തെടുത്ത് കുടുംബത്തിന് ശാന്തിയും സമാധാനവും ഇതും തരുവാനായിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി പെരുമ്പാവൂർ ഉപസഭയിലെ വനിതാ വിഭാഗം പെരുമ്പാവൂർ ബ്രാഹ്മണ സഭാ ഹാളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിദ്യാഗോപാല മന്ത്ര അർച്ചന എന്തുകൊണ്ടും നമ്മുടെ നാടിനും രാജ്യത്തിനുമൊക്കെ പുരോഗതിക്കും ശാന്തി സമാധാനത്തിനുള്ള പുതിയൊരു കാൽവയ്പ്പാണ്. അതിവിടെ നടത്തുന്ന വനിതാവിഭാഗത്തിനെ പെരുമ്പാവൂർ ഉപസഭയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ, അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെയും ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മൾ മുതിർന്നവർ വേണം ചെയ്തു കൊടുക്കുവാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദ്യമമായിട്ടാണ് ഇന്ന് നമ്മുടെ ഉപസഭയിൽ പെരുമ്പാവൂർ ഉപസഭയിലെ വനിതാ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന, വേദത്തിൻ്റെ ആധാരമായ ഹയഗ്രീവനെയും വിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ, കൃഷ്ണൻ, ഇവരെയൊക്കെ ആരാധിച്ചാണ് വിദ്യയുടെ മൂലമായി നമുക്ക് അറിവിൻ്റെ ആധാരമായി ഈ മന്ത്രാർച്ചന നടത്തുന്നത്. കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം പെരുമ്പാവൂർ ഉപസഭാ പ്രസിഡന്റ് SR പാർവതി അമ്മാൾ, സംസ്ഥാന സമിതി അംഗം SR ലക്ഷ്മി, ജില്ലാ വൈസ് പ്രസിഡന്റ് മീനാക്ഷി രാമനാഥൻ, സംസ്ഥാന സമിതി അംഗം N രാമചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് CS വെങ്കടേശ്വരൻ, വടർകുറ്റി സമൂഹം പ്രസിഡന്റ് N ഹരിഹര സുബ്രഹ്മണ്യർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.